4 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിയെ വനിതാ SI തോക്കുകൊണ്ട് വെടിവെച്ച് വീഴ്ത്തി അറസ്റ്റ് ചെയ്തു. സംഭവം UP-യിലാണ്, ലക്നോയ്ക്കടുത്താണ് ഈ സംഭവം. അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ് സക്കീന ഖാൻ. നല്ല ധൈര്യസമേതം ഏത് പ്രതികളെയും പിടിക്കുകയും നേരിടുകയും ചെയ്യുന്ന ഒരു സബ് ഇൻസ്പെക്ടറാണ് സക്കീന ഖാൻ. അവരുടെ അധികാര പരിധി വരുന്നിടത്താണ് 4 വയസ്സുകാരിയെ ഒരാള് പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു. കൊച്ച് വളരെയധികം പരിക്കേറ്റ് ആശുപത്രിയിലായി. അവിടെ പോയി സബ് ഇൻസ്പെക്ടറെ ആ കുട്ടിയെ കൗൺസിൽ ചെയ്യുകയും ചെയ്തു. ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അത്ര ഭീകരമായ ഒരു പീഡനമായിരുന്നു അത്. ചെയ്തത് കമൽ കിഷോർ എന്ന് പറഞ്ഞ ആള്. കമൽ കിഷോറിന് അയാളൊരു ക്രിമിനലാണ്, ധാരാളം കേസുകളുണ്ട്. ലക്നോയിലെ സക്കീന ഖാന്റെ ആ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുണ്ട്, മറ്റു പലയിടത്തും ഇയാൾക്കെതിരായിട്ട് കേസുണ്ട്. ഇയാളെ ഒരു ഹിസ്റ്ററി ഷീറ്റുകാരനാണ്. കാരണം പല സ്ഥലങ്ങളിലും, പല പോലീസ് സ്റ്റേഷനിലും, പല ജില്ലയിലും കേസുള്ള ഒരു ക്രിമിനൽ ആകുമ്പോൾ അവർക്ക് ഹിസ്റ്ററി ഷീറ്റ് തുടങ്ങും. അപ്പോൾ ഇയാൾക്ക് ഒരു ഹിസ്റ്ററി ഷീറ്റുണ്ട്. ആ ഹിസ്റ്ററി ഷീറ്റിനകത്ത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ KD ആക്കി കളയും, DC ആക്കി കളയും. നോൺ ഡിപ്രഡേറ്ററാണ് KD. മറ്റേത് ഡോസിയർ ക്രിമിനലാണ്. ഇന്റർ സ്റ്റേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നവരെയൊക്കെ DC ആക്കും, ഡോസിയർ ക്രിമിനലാക്കും. ലക്നോയിൽ അത് തന്നെ. ഇയാൾ ഒരു ഹിസ്റ്ററി ഷീറ്റുകാരനാണ്. പല പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ട്. അയാളൊരു പക്ക ക്രിമിനലാണ്. ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് അല്പം ബുദ്ധിമുട്ടി താമസിച്ച് അയാൾ ഒളിവിൽ പോയി. അയാളുടെ ഒളിവ് സങ്കേതം പോലീസിന് വിവരം കിട്ടി. പോലീസ് അയാൾ ഒളിവ് സങ്കേതത്തിന് വളഞ്ഞു. അയാളുടെ കയ്യിൽ ആയുധമുണ്ട്. അയാൾ തീർച്ചയായിട്ടും വെടിവെക്കുന്ന ആളാണ്, തോക്കുള്ള ആളാണ്, പോലീസിന് അറിയാം. ഏതായാലും പോലീസ് അയാളെ കോർഡൻ ചെയ്തു. പല രീതിയിലും അയാളിലേക്ക് അടുക്കാൻ നോക്കി. പോലീസ് വന്നു എന്ന് മണത്തറിഞ്ഞു, തന്നെ വളഞ്ഞു എന്ന് മനസ്സിലായി. അയാൾ പോലീസിന്റെ നേരെ വെടിയുതിർത്തു. പോലീസ് പിന്മാറി. വെടിയേറ്റാൽ അയാൾ ഭ്രാന്തനാണ്. ഏതായാലും SI സക്കീന ഖാൻ വളരെ രഹസ്യമായി മുന്നേറി. അയാൾ അറിയാതെ അയാൾ വെടിയുതിർക്കുന്നതിന് മുമ്പ് അയാളെ കൈക്കിട്ട് വെടിവെച്ചു. അയാളെ കൊന്നില്ല, കാലിട്ട് വെടിയേണു, അയാൾ വീണു. അങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത്. വളരെ സാഹസ്യമായിട്ട് അവര്, ഷാർപ്പ് ഷൂട്ടർ ആയിരുന്നു അവര്, കൃത്യമായി അയാളുടെ കാലിലും കയ്യിലും വെടിയേറ്റു. അയാളെ കൊന്നില്ല, പക്ഷെ അയാളെ ഉടൻ തന്നെ ആശുപത്രിയിലാക്കി. അയാളെ ചികിത്സയിലാണ്. അയാളെ അറസ്റ്റ് ചെയ്തു. കാരണം ഇയാളെ കീഴ്പ്പെടുത്താനായിട്ട് ആരെങ്കിലും പോയാൽ അവരെ വെടിവെച്ച് ഇയാളെ കൊല്ലും. ആ ഒരു ക്രിമിനലാണ് ഈ വനിതാ SI സക്കീന ഖാനെ അയാളെ കീഴ്പ്പെടുത്തിയത്. വെടിവെച്ചതിന് ഒരു കുഴപ്പമില്ല. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ നമുക്ക് വയലൻസ് വേണമെങ്കിലും ഉപയോഗിക്കാം. അല്പസ്വല്പം ആയുധങ്ങൾ വെച്ച് അയാളെ കീഴ്പ്പെടുത്താൻ, അയാളെ കൊല്ലാൻ അധികാരമില്ല. പക്ഷെ അയാളുടെ കയ്യിൽ തോക്കുള്ളത് കൊണ്ട് അയാളെ വെടിച്ച് വീഴ്ത്തി തന്നെ കീഴ്പ്പെടുത്താനേ കഴിയൂ. അതുകൊണ്ട് അതൊരു മർഡർ അല്ല, അത് ഒഫീഷ്യലായിട്ടുള്ള ഡ്യൂട്ടിയുടെ ഭാഗം തന്നെയാണ്. പ്രതിയെ പിടിക്കാനായിട്ട് അവർക്ക് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. അല്ല, അന്വേഷണം പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വെടിയേറ്റ് വീഴും. അതുകൊണ്ട് ഇത് അവർക്കൊരു കുറ്റമല്ല. അവര് തമിഴ്നാട് പോലീസ് പല സന്ദർഭത്തിലും ഈ അടുത്ത കാലങ്ങളിൽ 3-4 ക്രിമിനൽസിനെ, KD-കളെ, DC-കളെ അവര് ഇതുപോലെ വെടിയുതിർപ്പെന്ന് അറിയാവുന്നതുകൊണ്ട് തമിഴ്നാട് പോലീസ് വെടിവെച്ച് പിടിച്ച 3-4 കേസുകളുണ്ട്. അതിനൊക്കെ പോലീസ് ഉദ്യോഗസ്ഥനെയൊന്നും കൊലക്കേസിനകത്തൊന്നും ഉൾപ്പെടുത്താൻ കഴിയില്ല. ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ ഇവർ കൊല്ലപ്പെടും. അയാളുടെ കയ്യിൽ ആയുധമുണ്ട്. അതുകൊണ്ട് സക്കീന ഖാന്റെ ആ വെടിവെച്ച് പിടിച്ചുകൊണ്ട് അവര് ഒഫീഷ്യലായിട്ട് ഒരു കുറ്റം ചെയ്തിട്ടല്ല, ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗം തന്നെയാണ്. കാരണം നല്ല തൻ്റെടിയായ ഒരു സബ് ഇൻസ്പെക്ടർ തന്നെയാണ്. കാരണം ആരും ധൈര്യപ്പെടുത്തില്ല. പ്രത്യേകിച്ച് തോക്കുമായിട്ട് നിൽക്കുന്ന ഒരു ക്രിമിനലിന്റെ അടുത്തേക്ക് അടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ക്ലെവറായി, തന്മയത്തമായി അയാൾ അറിയാതെ അയാളുടെ അടുത്തേക്ക് മൂവ് ചെയ്യണം. അതിന് വളരെ മിടുക്കിയായിരുന്നു സക്കീന ഖാൻ. അതുകൊണ്ട് അവരുടെ പ്രവർത്തനത്തെ എല്ലാവരും ശ്ലാഘിക്കുന്നു. 4 വയസ്സുള്ള ആ കൊച്ചിനെ വീഴതിന് ശേഷം അതിൻ്റെ കൂടെ പോയിരുന്ന് അതിന് കൗൺസിലിംഗ് കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കാനും ഇവർ തയ്യാറായി. നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സബ് ഇൻസ്പെക്ടറാണ്. ആ വിക്ടിമായ കുട്ടിയുടെ അടുത്ത് പോയിരുന്ന്, പല സന്ദർഭത്തിൽ പോയിരുന്ന് അതിനെ കളിച്ചും ചിരിച്ചും ഒക്കെ അതിനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനും ഇവർ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലും അവർ പ്രവർത്തിക്കുന്ന ഒരു സബ് ഇൻസ്പെക്ടറാണ്. എന്തായാലും അവരുടെ പ്രവൃത്തിയെ എല്ലാവരും ശ്ലാഘിക്കുന്നു.
അവർ ചെയ്ത നല്ല പ്രവർത്തനത്തിന് ഇതുപോലെയുള്ള ആൾക്കാരെ ഇങ്ങനെ പിടിക്കാൻ കഴിയൂ. അങ്ങനെയും പിടിച്ച് വെടിവെച്ച് വീഴ്ത്തി അവനെ കൊല്ലുന്നതിലും നല്ലത് ഇങ്ങനെയാണ്. അയാളെ പിടിച്ചിട്ട് അയാൾക്ക് ഒരു പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുക്കുന്ന അതൊരു മാതൃകാപരമായ ശിക്ഷയാണ്. അയാൾക്കും അതേ മനസ്സിലാവുകയുള്ളൂ. ഒരു വെടിവെച്ച് കൊന്ന് ആ പ്രതിയെ പിടിക്കുന്നതിലും നല്ലത് കാലും കയ്യിലും വെടിവെച്ച് വീഴ്ത്തി അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അയാളെ ഒരു പാഠം പഠിപ്പിക്കുന്നതാണ് നല്ലത്.